കർത്താവേ, നിത്യതയോടെ നിലനിൽക്കുന്ന കൃപ ഞങ്ങളുടെ ദൈവങ്ങളുടെ മേൽ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവ സ്വഭാവമാണ് നമ്മൾ സംശീകരിക്കേണ്ടത്. ഉടമ്പടി കൃപ ആർജിക്കുന്നത് എന്താ സംഭവിക്കുന്നത്? ദൈവസ്വഭാവം സംശീകരിക്കണം. ഈ എപ്പോഴും നമുക്ക് ഭൗതിക ആനുകൂല്യം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നമ്മൾ രൂപപ്പെടുന്ന ദൈവസ്വഭാവത്തെക്കുറിച്ച് എന്താ ദൈവസ്വഭാവം എന്ന് പറയണത്? കൃപ ആർജിക്കുന്നതിന് നമുക്ക് ദൈവസ്വഭാവം വേണ്ടി വരും. അപ്പം നിങ്ങളോർക്കും നമ്മൾ ദൈവമല്ലല്ലോ എന്ന് ഓർക്കും. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കുറേ മനുഷ്യരൂപങ്ങളുണ്ട്. ഇപ്പോൾ നിൻ്റെ ഭർത്താവ് അവിശ്വസ്തനാണ്, അയാൾ അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ നിൻ്റെ സ്നേഹത്തിനൊപ്പം നിന്നെ സംരക്ഷിക്കുകയും പരിഗണിക്കുകയും ചെയ്യാത്ത ആളാണ്. ജീവിത പങ്കാളി എല്ലാവരും ഒരുപോലെ ഇരിക്കുമോ? എല്ലാവരും വിശുദ്ധരാകണത് ഈ കുടുംബജീവിതം കൊണ്ടാണേ. കാരണം കുടുംബജീവിതത്തിൽ കുറേ വിഷയങ്ങളുണ്ട്. ഒരിക്കലും ഞാൻ 22 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ വളരെ ഒരു 2% കുടുംബങ്ങൾ മാത്രമേ അവർ നല്ല കുടുംബങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി 98 പൊട്ട കുടുംബങ്ങളാണ്. ഒന്നെങ്കിൽ ഭർത്താവ് വിശ്വസ്തൻ, അല്ലെങ്കിൽ ഭാര്യ സഹനത്തിൻ്റെ പുത്രി. ഇത് ഒത്തു വരണ ആരുമില്ല. ഈ ഒത്തു വരാത്തതാണ് കൃപയുടെ സാധ്യതയെന്ന് പറയണത്. എന്താ കാര്യം? ഒത്തു വരാത്തപ്പോഴും ബൈബിൾ എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരാകുമ്പോഴും അവൻ വിശ്വസ്തനായി തുടരും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവസ്വഭാവം. 2 തിമോത്തി 2:13 അതാണ് ദൈവസ്വഭാവം. എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരാകുമ്പോഴും അവൻ വിശ്വസ്തനായി തുടരും. ഈ പ്രിൻസിപ്പിൾ കൺവേർട്ട് ചെയ്താൽ നമുക്ക് ദൈവസ്വഭാവമായി. കാര്യം എന്താ? ഭർത്താവ് അവിശ്വസ്തനാകുമ്പോഴും നമ്മൾ വിശ്വസ്തയായി തുടരും. ആരെ പ്രതിയാണ്? ദൈവത്തെ പ്രതിയാണ്. പറഞ്ഞാൽ മനസ്സിലായല്ലേ? അങ്ങനെയാണ് ദൈവസ്വഭാവം ആർജിക്കണത്. ഇപ്പം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവിശ്വസ്തയാകുമ്പോഴും നമ്മൾ വിശ്വസ്തനായി തുടരും. ആരെ പ്രതിയാണ്? ദൈവത്തെ പ്രതി. അങ്ങനെ ദൈവസ്വഭാവം അതാണ്. ഇപ്പോൾ 2 പത്രോസില്ലേ? 2 പത്രോസ് 1:4 എന്താ പറയണത്? നിങ്ങൾ ദൈവസ്വഭാവം ആർജിക്കുവിൻ. എങ്ങനെയാണ് ദൈവസ്വഭാവം ആർജിക്കണത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, ഇല്ലേ? സുഹൃതത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപ്പവി കൊണ്ടും പരിപൂർണരാക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളാണ്. വിശ്വാസത്തെയാണ് നമ്മൾ പരിപൂർണ്ണമാക്കണത്. നമ്മൾ കേവലം വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ ബൈബിൾ പറയും നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തികളാണ് നീതീകരിക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തികൾ കാണിക്കാൻ പറയും. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ഒരു നിത്യത വരെ നിലനിൽക്കുന്ന വലിയ ഒരു ദൈവസംവിധാനമാണ് ശരിക്കും. ഈ ദൈവസ്വഭാവത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണത് എന്തിനാ? ദൈവസ്വഭാവത്തിലാണ് കൃപ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രാർത്ഥിക്കുക. കർത്താവേ, ആഗമന കാലത്ത് യേശുവിനെ കൃപയെ ദൈവശക്തിയായി എൻ്റെ ആത്മാവിൽ സ്വീകരിച്ച് എൻ്റെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുവാൻ എനിക്ക് വിശുദ്ധ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. ദൈവം വിശുദ്ധ വചനമുണ്ടല്ലോ, വചനം പല തരത്തിലാണ് വരണത്. നമുക്ക് വചനം നമ്മളിലേക്ക് വരണതേ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെല്ലാം ദൈവത്തിൻ്റെ വർത്തമാനകാല സംഭാഷണങ്ങളാണ്. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളില്ലേ? ഈ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെല്ലാം വർത്തമാനകാല ദൈവം ഇന്ന് നമ്മളോട് പറയുന്ന വചനങ്ങൾ തന്നെയാണ്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന നല്ലതും മോശവുമായ ഓരോ അനുഭവങ്ങളും ശബ്ദമില്ലാത്ത
ദൈവവചനങ്ങളാണ് പലപ്പോഴും അനുഭവങ്ങളായി വരണത്. അതാണ് വചനം പറയണത്. അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകണത്. ഇപ്പം നടപടിയില്ലേ, നടപടി പുസ്തകം അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 25-ാമത്തെ വചനം എന്താ പറയണത്? അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. പറഞ്ഞേ, ഇതെന്തിനാണ് അങ്ങനെ നൽകണത്? സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അനുഭവങ്ങളുള്ളത് എന്തിനാ? ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. വചനങ്ങളുള്ളത് എന്തിനാണ്? ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പം അനുഭവങ്ങൾ എന്താണ്? വചനങ്ങൾ തന്നെയാണ്. വർത്തമാനകാല ശബ്ദമില്ലാത്ത വചനങ്ങൾ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ജീവിക്കാൻ ഉടമ്പടി ലോകസഭയ്ക്ക് നൽകിയ അതുല്യമായ ദൈവാനം നൽകുന്ന പ്രാർത്ഥനയോർ നന്ദി പറയുന്ന കർത്താവേ, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നമ്മൾ എന്താണ് ഈ സുവിശേഷ ശുശ്രൂഷയോടെ ഒരുങ്ങണത്? ക്രിസ്മസിന് ഒരുങ്ങുകയാണ്. ആഗമനകാല വചനങ്ങളാണ് നൽകുന്നത്. സ്വഭാവം ക്രമീകരിച്ചുകൊണ്ട് എങ്ങനെ കൃപ സംസ്കരിച്ചുകൊണ്ട് യേശുവിനെ ആത്മാവിൽ സ്വീകരിക്കാമെന്നാണ് ആൾത്താറയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കർത്താവ് തരുന്ന വചനങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു തിരുരൂപം ഞാൻ കനിവോലും ആരൂപം കനിവോലും ആരൂപം. എൻ്റെ പേര് റിനു. ഞാൻ അങ്കമാലിക്ക് അടുത്ത് മറ്റൊരു സെൻറ്റ് ആനീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് യൂട്യൂബിലെ ഒരു 9 മാസമുള്ള കുട്ടിയുടെ രോഗസൗഖ്യം കണ്ടുകൊണ്ടാണ്. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ജിൻസി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നതാണ്. ആൾ കൃപാസനത്തിൻ്റെ പേജസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ട് ആളോട് ചോദിച്ചാണ് കൂടുതൽ കൃപാസനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം കൃപാസനത്തിൽ ക്യാൻഡിൽ പ്രയേഴ്സ് ഇടുകയും റിട്രീറ്റ് കൂടുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2020 ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇതുപോലെ ക്യാൻഡിൽ പ്രയേഴ്സും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. 2023 ഏപ്രിലാണ് തീർത്ഥാടന ഉടമ്പടിയായിട്ടെടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് 2 ആഴ്ച മുമ്പ് എനിക്കുണ്ടായ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിനെ കുറിച്ചാണ്. ജനുവരി 4, 2026 രാത്രി 12 മണിക്ക് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറ് അങ്കമാലിക്കടുത്ത് വേങ്ങൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സുമായി ഇടിക്കുകയും കാറ് തകരുകയും ഞങ്ങൾ 6 പേരാണ് അതിലുണ്ടായിരുന്നത്. ഞാനും ഹസ്ബൻഡും എൻ്റെ 3 മക്കളും ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും രാത്രി ആയതുകൊണ്ട് ചെറിയൊരു മയക്കത്തിലായിരുന്നു. 11:51 വരെ ഞാൻ കണ്ണു തുറന്നിരുന്നതാണ്. അതിനുശേഷം ഹസ്ബൻഡ് പതിവില്ലാത്ത പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ സീറ്റൊന്ന് ഇറക്കിയിട്ട് കണ്ണടച്ച് കുറച്ച് നേരം കിടന്നോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഇങ്ങനെ ഇരുന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സീറ്റ് ഇറക്കിയിട്ട് ഞാൻ കണ്ണടച്ചു. ഇൻഡിക്കേറ്റർ ഇടുന്ന സൗണ്ട് കേട്ടായിരുന്നു. അതിന് ശേഷം
എന്താ പെട്ടെന്ന് എനിക്ക് സംഭവിച്ചതെന്ന് അറിയില്ല. മാതാവ് എന്നെ മയക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് അതിഭയാനകമായൊരു സ്ഫോടന സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ ബസ് വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് പാഞ്ഞു വന്ന് ഇടിക്കണതാണ് ഞാൻ കണ്ടേ. ഒരു മല പോലെ എന്തോ വന്ന് ഫ്രണ്ടിൽ നിൽക്കണതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് എപ്പോഴും ഞാൻ പറയാറ് കാറിൽ കയറുമ്പോൾ ചൈൽഡ് ലോക്ക് ഇടണമെന്ന്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് വിളിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ അതിഭയങ്കരമായിട്ട് ഉച്ചത്തിൽ എൻ്റെ മാതാവേ എന്ന് വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. ആ സമയത്ത് മാതാവ് അവിടെ ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും ഉണ്ടായില്ല. ആ വണ്ടി കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഒരു പോറൽ പോലും, ഒരു തുള്ളി ചോര പൊടിയാതെ ഇറങ്ങാൻ സാധിച്ചു എന്ന് അവിടെ കണ്ടു നിന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും LF ഹോസ്പിറ്റലിലേക്ക് പോയി. എനിക്ക് ചെസ്റ്റിൽ ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് CT സ്കാനും ഒക്കെ എടുത്തു. എല്ലാവരും എന്നെ ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കണ കണ്ടു. എന്താ ആര് നിന്ന് സംസാരിക്കണേയും കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താണാവോ എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്തായിരുന്നു. അതിനുശേഷം എൻ്റെ ഈ മോൾക്ക് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ നട്ടെല്ലിന് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ആ ബെഡിൽ കിടന്നിട്ട് എൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിലെപ്പോഴും കഴുത്തിലെപ്പോഴും ഉണ്ടാകും. ആ കാശുരൂപം പിടിച്ച് ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ചു, ഒന്നും തന്നെ ഉണ്ടാവരുതേ മാതാവേന്ന്. അവർ കൺഫർമേഷന് വേണ്ടിയിട്ട് CT സ്കാനിന് കൊച്ചിനെ കൊണ്ടുപോയി. CT സ്കാൻ്റെ റിസൾട്ട് വന്നപ്പോൾ എക്സ്റേയിൽ കണ്ട ആ ഒരു പൊട്ടൽ അവിടെ ഇല്ല. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു. അതിന് ശേഷം നെക്സ്റ്റ് ഡേ ഒത്തിരി പേര് വീട്ടിൽ വന്നു, ഒത്തിരി ആൾക്കാരുകൾ വന്നു നമ്മളെ കാണാനായിട്ട്. ആ സമയത്ത് എല്ലാവരും വളരെ അത്ഭുതമായിട്ടാണ് എന്നെ നോക്കണത്. ഞാനപ്പോൾ ഇത് എന്താണാവൂന്ന് വിചാരിച്ചു. അപ്പം ഞാനങ്ങനെ കാറിൻ്റെ ഫോട്ടോസ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുക, നീ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്ക് എന്ന്. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തവരുടെ അടുത്തുനിന്ന് ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണണത് വെറുതെ എല്ലാവരും എന്നെ അത്ഭുതത്തോടു കൂടി നോക്കിയതെന്ന്. ഞാനിരുന്ന സൈഡാണ് തകർന്നു പോയേക്കണേ. എൻ്റെ ആ സൈഡ് ഡോറില്ല. എനിക്കറിഞ്ഞൂടാ ഞാൻ എങ്ങനെ അതിൽ ഒരു അനക്കവും തട്ടാണ്ടിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ മാതാവും ഈശോ വന്ന് അവിടെ പിടിച്ചതാണ്. ഞങ്ങളുടെ ആരുടെയും ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി, എൻ്റെ ബോഡി ഫുൾ ചില്ലായിരുന്നു, ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ 2 ഡ്രോപ്പ് ബ്ലഡ് തെറിച്ചതായിട്ട് കണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡും അന്വേഷിച്ച് കിടക്കായിരുന്നു ഇതെവിടെ നിന്ന് ബ്ലഡ് വന്നു എന്ന്. എങ്ങും ആരുടെ മേത്തും ബ്ലഡില്ല. ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിക്കുന്നു, ഞാനിവിടെ നവംബർ 5-ാം തീയതി ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ 6 നിയോഗങ്ങളും എഴുതി കുറേ നേരം വെറുതെ ഇരുന്നു. 512ാമത്തെ ടോക്കണായിരുന്നു കിട്ടിയത്. ആ ലാസ്റ്റ് നിമിഷം 512 വിളിക്കണതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണവും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉറപ്പാക്കണമെന്ന്. ആ ഒരു ഉറപ്പാണ് അവിടെ മാതാവ് ഞങ്ങൾക്ക് തന്നത്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു ആളുടെ ഷർട്ടിൽ കണ്ട ബ്ലഡ് ഈശോയുടെ തിരുരക്തമാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ്. അത് ഇന്നും എവിടെ നിന്നാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ആരുടെ മേലും പൊട്ടിയിട്ടില്ല, ഒരു പോറലൂല, ആർക്കും ഒരു കുഴപ്പവുമില്ല. അതിന് ശേഷം ഞാൻ ഈ ഫോട്ടോസ് ഇരുന്ന് കാണുമ്പോൾ അതിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം തെളിഞ്ഞു വന്നതായിട്ട് കണ്ടു. ഞങ്ങളുടെ കാറിൽ അങ്ങനെ മാതാവിൻ്റെ ഒരു സ്റ്റിക്കറോ ഒന്നുമില്ല, പക്ഷേ പരിശുദ്ധ മാതാവിൻ്റെ ഒരു ചിത്രം അതിൽ തെളിഞ്ഞു വന്നിരുന്നു, ഒരു ഫേസും ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഒത്തിരി പേരുടെ വിശ്വാസം വർദ്ധിക്കാൻ ഇടയായി. അതിന് മാതാവ് ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു. ഇതാണ് ആ ഫോട്ടോ. ഇത് എത്ര പേർക്കത് ക്ലിയർ ആവേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ ഒരു ഫേസ് ഉള്ള ഒരു ഫോട്ടോവും കൂടിയുണ്ട്. ഞാനിവിടെ സിസ്റ്ററെ കാണിച്ചായിരുന്നു. അതുപോലെ അടുത്തതായിട്ട് ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നത് വീട്ടിൽ ആരും അറിയാണ്ടാണ് ആദ്യമായിട്ട് ഇവിടെ വരണത്. അതിനുശേഷം എൻ്റെ ഈ മോൾക്ക് 1.5 വയസ്സുള്ളപ്പം പല്ലുകൾ പൊടിഞ്ഞു പോണ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഫ്രണ്ടിലെ 4 പല്ല് മരയിപ്പിക്കാതെ പച്ചയ്ക്ക് ഇട്ടിട്ട് അവളെ എൻ്റെ മടിയിൽ വെച്ച് റൂട്ട് കനാൽ ചെയ്യണത് ഞാൻ കണ്ടതാണ്.
ആ സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ ഇവിടെ കൃപാസനത്തിൻ്റെ പടിക്ക് വന്ന് നിന്ന് ഞാൻ ഇവളെയും കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ മാതാവ് ഈ ഡോക്ടർ പറഞ്ഞത് എല്ലാ പല്ലിലേക്കും അത് സ്പ്രെഡാവുന്ന, മൂക്കിൻ്റെ അവിടേക്ക് ഇൻഫെക്ഷൻ കയറിയായിരുന്നു, ഇനി ഇതിലൊരു പല്ല് പോലും പൊടിഞ്ഞു പോകാൻ ഇടയാകരുതെന്ന്. അതുപോലെ തന്നെ ഞാൻ അന്ന് വന്നപ്പോൾ എങ്ങനെയാണ് അതുപോലെ സ്വിച്ചിട്ട പോലെ അതവിടെ നിന്നു. ഇപ്പം 8 വയസ്സാണ്. ഇന്ന് വരെ ഒരു പല്ലിനൊരു കേടോ ഒന്നും അടയ്ക്കാൻ പോകേണ്ട പോലും വന്നിട്ടില്ല. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ എൻ്റെ ഈ 2 മക്കൾ ട്വിൻസാണ്. ഇവർ 3 പേര് ഓരോ വയസ്സ് ഗ്യാപ്പുള്ളൂ. എനിക്ക് ആ സമയത്ത് ജോലിക്കൊക്കെ പോവാൻ പോസിബിൾ അല്ലായിരുന്നു. ഞാനപ്പോൾ എപ്പോഴും ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ പറയുമായിരുന്നു, എൻ്റെ മക്കളുടെ കാര്യം നോക്കിയിട്ട് ചെയ്യാൻ പറ്റണ ഒരു ജോലി എനിക്ക് മാതാവ് നൽകി അനുഗ്രഹിക്കണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സ്കൂൾ ടീച്ചറായിട്ട് കിട്ടുകയും അങ്ങനെ ജോലി റെഡിയാവുകയും ചെയ്തു. പിന്നെ ഇതുപോലെ സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗം മൂലം എൻ്റെ പ്രൈവറ്റ് ഏരിയാസിൽ 2 വർഷത്തോളമായിട്ട് ഡോക്ടേഴ്സ് പോലും പല മെഡിസിൻസും തന്നിട്ട് ഹീലാവാണ്ട് ഭയങ്കര ചൊറിച്ചിൽ, അലർജി ഉണ്ടായിരുന്നു. അത് പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റി, ഞാൻ പോലും അറിയാതെ അതെടുത്ത് മാറ്റി. അതുപോലെ ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു ബാഗിൽ നിന്ന് മണ്ണ് മാറ്റായിരുന്നു ചെടി നടാനായിട്ട്. ആ സമയത്ത് എല്ലാ മണ്ണും ഞാൻ വാരി ലാസ്റ്റ് ഒരു കൈ മണ്ണ് മാത്രമേ ബാക്കി നിൽക്കേ. ഞാനത് കുനിഞ്ഞെടുക്കാൻ പോകുമ്പോൾ എൻ്റെ തലയ്ക്ക് എന്തോ ഒരു പ്രഷർ വന്നടിക്കണ പോലെ തോന്നി. ഞാനൊരു കാലും കൊണ്ട് ആ മണ്ണ് ചവിട്ടി. ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു പഴയ ബാഗിൻ്റെ വള്ളി പോലെ എന്തോ ചുരുണ്ട് കിടക്കുന്നത് കണ്ടു. ഞാനത് എൻ്റെ കാലും കൊണ്ട് ഒരു ചവിട്ടി, പിന്നെയും ഒരു ചവിട്ടി. അത് രണ്ടാമത്തെ ചവിട്ടിലാണ് അത് ഇഴഞ്ഞ് നീങ്ങണമെന്ന് ഞാൻ കണ്ടത്. അത് നമ്മുടെ ഇവിടെ 4 ഇനം വിഷമുള്ള പാമ്പുകളിൽ വെച്ച് ഏറ്റവും വിഷമുള്ള ശംഖുവരയൻ എന്ന ഇനത്തിൽപ്പെട്ട ഒരു പാമ്പായിരുന്നു. അത് ഒന്ന് തൊടുപോലും ചെയ്തില്ല. അന്ന് എൻ്റെ ഈ മോൾക്ക് 3.5 വയസ്സുള്ളൂ. കൊച്ചന്ന് പറയാം, മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയിട്ട്, അമ്മേ മാതാവിൻ്റെ കാലിൻ്റെ കീഴിൽ ഒരു പാമ്പിനെ ചവിട്ടി പിടിച്ചേക്കുന്നത് കണ്ടോ, അതുപോലെയാണ് അമ്മ അവിടെ നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് അവൾ പറഞ്ഞു. അതൊക്കെ മാതാവിൻ്റെ സംരക്ഷണം. ഞാൻ ഒരുപക്ഷെ എൻ്റെ കൈ കൊണ്ട് വാരിയെങ്കിൽ അതൊന്നും ആയിരിക്കില്ല. എൻ്റെ മാതാവാണ് അതങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ ഒത്തിരി ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നടത്തി തന്നിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കാരുണ്യ പ്രവർത്തികളായിട്ടും അനാഥാലയത്തിൽ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സംഭാവനകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും പത്രം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നവരിലേക്ക് മാത്രമേ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം എനിക്ക് പരിചയമില്ലാത്ത ഒത്തിരി പേരിലേക്ക്, പ്രത്യേകിച്ച് നോൺ കാത്തലിക് ആയിട്ടുള്ള ഒത്തിരി പേരിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചു. ഒരെണ്ണം പോലും ഇല്ലാതെ ഒക്കെ തീർന്നു പോയി, തികഞ്ഞില്ല എന്ന് പറയാം സത്യത്തിൽ. അതുപോലെ പ്രാർത്ഥനാ സഹായം വേണ്ടവർക്ക് അത് ചെയ്തു കൊടുക്കാറുണ്ട്. ഉടമ്പടി വസ്തുക്കൾ രോഗികളായിട്ടുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പവിത എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിന് ഗുരുതരമായ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ വീട്ടിൽ ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് കൊടുക്കുകയും ആളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഭാഗമായി രോഗസൗഖ്യം ഉണ്ടാവുകയും ചെയ്തു. ആളത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. പിന്നെ അതുപോലെ എൻ്റെ സിസ്റ്ററിലോ ഓൾറെഡി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്. അങ്ങനെ ഒത്തിരി പേര് എന്നിലൂടെ കൃപാസനത്തിനെ പറ്റി പറയുവാനും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാനും ഒത്തിരി സാധിച്ചിട്ടുണ്ട്. പിന്നെ ബൈബിൾ അരമണിക്കൂർ ഒന്നും ഞാൻ ആദ്യം വായിക്കുന്നല്ലാതെ അരമണിക്കൂറൊന്നും ഇരുന്ന് വായിക്കാറുണ്ടായില്ല. ഇപ്പം കൃത്യമായിട്ട് അങ്ങനെ ഒരു അനുഗ്രഹം ഉടമ്പടിയിലൂടെ എനിക്ക് നൽകി. അതുപോലെ എൻ്റെ മക്കളെ ഞാനങ്ങനെ വചനമൊന്നും പഠിപ്പിക്കാറുണ്ടായില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഒത്തിരി വചനങ്ങൾ എന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും വചനം ചൊല്ലിച്ചിട്ടാ ഞാൻ ഇറക്കാറുള്ളൂ. ഈ ആക്സിഡൻറ്റ് ഉണ്ടാവണം അന്നും ഞങ്ങൾ സങ്കീർത്തനം 17:8 എപ്പോഴും ചൊല്ലിച്ചിട്ടാ ഞാൻ ഇറക്കാറുള്ളൂ വരെ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിഴിഞ്ഞെങ്കിൽ ഞങ്ങളെ മറയ്ക്കണമേ എന്ന വചനം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. അതുപോലെ തന്നെ ഈശോ മാതാവും ഞങ്ങളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഈ ആൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ
അനുവദിച്ചതിനും ഈശോയ്ക്കും മാതാവിനും 1000 കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജെയിനി, ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ UK രജിസ്റ്റേർഡ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അനിയനിലൂടെയാണ്. അവൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സ്റ്റുഡൻറ്റ് വിസയിൽ UK പോയ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നഴ്സായി 2 വർഷം ഹൈദരാബാദ് വർക്ക് ചെയ്തു. പുറത്തേക്ക് പോകാൻ ഒത്തിരി ട്രൈ ചെയ്തു. 3 പ്രാവശ്യം OET എഴുതി, കിട്ടിയില്ല. അപ്പോഴും മമ്മിയൊക്കെ വന്ന് പറയായിരുന്നു ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ. പക്ഷേ ഞാനതിന് വലിയ മുൻകൈയൊന്നും എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ട്രൈ ചെയ്ത് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ലാസ്റ്റ് OET കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് കെയർ അസിസ്റ്റൻറ്റ് വിസയിലാണ് പോയത്. അതും 3-4 പ്രാവശ്യം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഓഫർ ലെറ്ററൊക്കെ വന്ന് പിന്നെ മുന്നോട്ടൊരു പേപ്പർ വർക്ക് നടക്കാണ്ടായി. ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മമ്മി ഒരു സ്ഥലത്തു നിന്ന് നമ്പർ കൊണ്ടുവന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിളിച്ചൊന്നുമില്ല. പിന്നെ മമ്മി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിർബന്ധിച്ച് എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ്. അങ്ങനെ വിളിപ്പിച്ച് ഇതായി കഴിഞ്ഞപ്പം ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ എനിക്ക് ശരിയായി. വിത്തിൻ 1.5 മന്ത് ഞാൻ UK പോയി. അവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കൊച്ചിനെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പം മാതാവിൻ്റെയും ഈശോൻ്റെയും അനുഗ്രഹം കൊണ്ട് എനിക്കൊരു കൊച്ചിനെ BSc നഴ്സിംഗ് പഠിപ്പിക്കാനുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു. അനുഗ്രഹം ലഭിച്ചു. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ കൊച്ചിനെ. പിന്നെ ഫൈനൽ ഇയർ കൊച്ചായപ്പോഴേക്കും എനിക്കിങ്ങനെ ഫീസ്, എൻ്റെ ഡ്യൂട്ടിയൊക്കെ കുറഞ്ഞു. അപ്പോൾ എനിക്ക് കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ആ കൊച്ചിന് കൊടുത്ത വാക്കാണ്, ഇനി എങ്ങനെ ഞാൻ ആ കൊച്ചിനെ പഠിപ്പിക്കുന്നതായി കഴിഞ്ഞപ്പം അതേ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരും ഇങ്ങനെ പറയണ പോലെ നീ OET ചെയ്ത് പിന്നെ വീട്ടുകാർ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും അച്ഛൻ്റെ വചനമൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ആ വചനത്തിൽ മാത്രം വിശ്വസിച്ചിട്ട് ഞാൻ OET പോയി എഴുതി. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബാക്കി എല്ലാ മോഡ്യൂളും കിട്ടി, ലിസണിങ് ഒഴിച്ച്. പക്ഷേ ലിസണിങ് എക്സാം ഹോളിൻ്റെ പ്രശ്നം കാരണം കൊണ്ട്, സ്പീക്കറിൻ്റെ പ്രോബ്ലം കാരണം കൊണ്ടാണ് കിട്ടാണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അപ്പീലിന് പോയി കഴിഞ്ഞപ്പം അങ്ങനെ ആർക്കധികം കിട്ടാറില്ല. പക്ഷേ എനിക്ക് എല്ലാ മോഡ്യൂളും ഒന്നും കൂടി ഫ്രീ ആയിട്ട് എഴുതാനുള്ളൊരു അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞപ്പം എനിക്ക് എല്ലാ മോഡ്യൂളിനും ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫുൾ B കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി NHSലേക്ക് നഴ്സായിട്ട് കയറാൻ വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ ഒന്നും കിട്ടണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നാട്ടിൽ വന്ന് കല്യാണത്തിന് വന്നു കഴിഞ്ഞപ്പം എനിക്കൊരു കെയർ ഹോമിൽ നിന്നൊരു വേക്കൻസി വന്നു. 23 പൗണ്ട്. അവിടെ സാധാരണ NHSലൊരു നഴ്സിൻ്റെ സാലറി പെർ അവർ 17 പൗണ്ടായിട്ടാണ് മാക്സിമം കിട്ടുന്നത്. പക്ഷേ എനിക്ക് 23 പൗണ്ട് അവർ ഓഫർ ചെയ്തിട്ട് ജോലിക്ക് വേണ്ടി വിളിച്ചു. അപ്പോഴും കെയർ ഹോം ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കെയർ ഹോമിൽ പോകാനായിട്ട്. കാരണം മൊത്തം കെയർ ഹോമിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ തലയിലായിരിക്കും. എന്നിട്ട് ഞാൻ പിന്നെ മാരേജേഴ്സിൻ്റെ ഇടയിലായതുകൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തിരിച്ച് UK ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും അതേ കെയർ ഹോമിലേക്ക് ഒന്നും കൂടി വന്നു കഴിഞ്ഞപ്പം അന്നൊരു പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ അന്ന് മാതാവിനോട് ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞിട്ട് പോയി, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ നിൻ്റെ ഇതാണെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ചുമ്മാ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാൻ അതിന് സെലക്റ്റായി. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. നല്ല ശമ്പളത്തോടു കൂടി തന്നെ എനിക്ക് ആ ജോലി കിട്ടി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ആ സമയത്ത് UK എല്ലാ റിക്രൂട്ട്മെൻറ്റ്സും നിർത്തിവെച്ചു. അവിടെ തന്നെ ഉള്ളവർക്കായാലും ജോലി കിട്ടാനായിട്ട് അവർ 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് അഡ്വാൻസ് കൊടുത്താൽ അവർ നഴ്സുമാരെയാണ് എടുക്കണത്. പക്ഷെ എനിക്ക് അധികം പൈസയൊന്നും കൊടുക്കാണ്ട് തന്നെ മാതാവ് നല്ല സുരക്ഷിതമായിട്ടൊരു ജോലിക്ക് എനിക്ക് ശരിയാക്കി തന്നു. ഈ ജോലിക്ക് വേണ്ടി ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ പഴയ ജോലി സ്ഥലത്ത് റിസൈൻ വെച്ച് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്ക്. ഞാൻ റിസൈൻ വെച്ച് ജോലി ഇല്ലാണ്ട് ഒരാഴ്ച വീട്ടിലിരുന്നു. പക്ഷേ എനിക്ക് പുതിയ സ്ഥലത്തേക്കുള്ള വിസയൊന്നും അടിച്ചു വരാണ്ടിരുന്നു. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ 33 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കും, കൊന്ത എത്തിക്കും. പിന്നെ അച്ഛൻ്റെ വചനങ്ങളും ധ്യാനവും ഒക്കെ നന്നായിട്ട് തീക്ഷ്ണഭക്തിയോടുകൂടി ഇതൊക്കെ ആയി കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി ശരിയായി. അങ്ങനെ എല്ലാ പേപ്പർ വർക്കും ഓരോ സ്റ്റെപ്പും പോകുമ്പോഴും എനിക്ക് തടസ്സങ്ങളായിരുന്നു. പക്ഷെ ഓരോ സ്റ്റെപ്പിലും ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാതാവിന് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച് എനിക്കതൊക്കെ ലഭിച്ചു. പിന്നെ ഞാൻ ഓരോ എക്സാമിന് പോകുമ്പോഴും വിശുദ്ധ വസ്തുവായിട്ടുള്ള ഉപ്പും പിന്നെ തേനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോവാറ്. പിന്നെ മാതാവിൻ്റെ ഈ കാശുരൂപം എപ്പോഴും ഞാൻ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെ എല്ലാ എക്സാമും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ UK ചെന്നതിന് ശേഷം എനിക്ക് പാസ്സാവാൻ പറ്റി. പിന്നെ
ഉപ്പ് ഉപയോഗിച്ച് തുടങ്ങി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മമ്മിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മമ്മി ഇവിടുന്ന് ഉപ്പ് അയച്ചെന്നത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് എന്നും തുമ്മലായിരുന്നു, ഭയങ്കര അലർജി ആയിരുന്നു. ഒരു 10-30 പ്രാവശ്യം ഞാൻ എനിക്കുമ്പോൾ കൂട്ടിപ്പിടിച്ച് തുമ്മും. പിന്നെ ആ തുമ്മൽ ഇതുവരെ അങ്ങനെ എനിക്ക് ഡസ്റ്റ് അലർജിയോ എത്ര ഡസ്റ്റിൽ പോയാലും ഇപ്പോൾ അത്ര തുമ്മലോ ഒന്നും വരാറില്ല. 1-2 പ്രാവശ്യം ഞാൻ തുമ്മും, അതിൽ കൂടുതൽ എനിക്ക് അങ്ങനെ അലർജി വന്നിട്ടില്ല. അത് അമ്മ മാതാവ് വഴിയാണ് എനിക്ക് അനുഗ്രഹം ലഭിച്ചത്. പിന്നെ എനിക്ക് PCOD ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്ന് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ വന്ന് ഞാൻ UK വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ നാട്ടിൽ വന്നിട്ട് സാക്ഷ്യം പറയാം, PCOD മാറ്റിത്തരാണെങ്കിൽ പിന്നെ എനിക്ക് ജോലിയൊക്കെ ശരിയാക്കി തരാം. അങ്ങനെ ഇപ്രാവശ്യം വന്ന് ഞാൻ 2 ദിവസം മുമ്പ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് PCOD ക്ലിയറായി, ഒരു കുഴപ്പമില്ല. എൻ്റെ യൂട്രസിൻ്റെ തിക്നെസ് ഇങ്ങനെ കട്ടി കുറവായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് മാതാവ് അത് മാറ്റി തന്നു. പിന്നെ എൻ്റെ അലർജി രോഗം മാറി. ജോലിയിലും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതെല്ലാം മാറ്റി തന്ന ഓരോ സ്റ്റെപ്പും. എല്ലാ ദിവസവും ജോലിക്ക് ഞാൻ പോണത് ഉപ്പ് കഴിച്ചുകൊണ്ടാണ്, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ചൊല്ലിയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോണേ. കാരണം ഭയങ്കര പ്രഷറുള്ള ജോലിയാണ്, അത്ര ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് ബാക്കി എല്ലാ ഫ്ലോറിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ഡ്യൂട്ടിയിലുള്ള ദിവസം ഒരു പ്രശ്നമില്ലാണ്ട് ശരിക്കും ഇങ്ങനെ കൈവെള്ളയിൽ താങ്ങിക്കൊണ്ട് നടക്കണ പോലെ മാതാവിനെ കാത്തുകൊണ്ട് നടക്കണേ. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മമ്മി എനിക്ക് ഇവിടുന്ന് പേപ്പർ കൃപാസനം പത്രം അയച്ചു തരാറുണ്ട്. അപ്പം ഞാൻ അവിടെ കൊടുക്കും. പിന്നെ പറ്റാവുന്ന ദിവസത്തിലൊക്കെ പള്ളിയിൽ പോകും. പിന്നെ മമ്മി എന്നെ ഉടമ്പടിയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതാണ്, മമ്മി ഇങ്ങനെ ഇടയ്ക്ക് അയച്ചു തരും ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ധനസഹായം ചെയ്യാനോ എന്തിനൊക്കെ. അപ്പം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ ധനസഹായവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ മാതാവിന് കൊടുത്ത വാക്കുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം വന്ന് ഇന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു, തീർത്ഥാടന ഉടമ്പടി. ഈശോയോടും മാതാവോടും കൂടുതൽ ചേർന്ന് നിന്ന് വിശ്വാസപരമായ ജീവിതം നയിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഉടമ്പടി എടുത്തു. ഈ അനുഗ്രഹങ്ങളൊക്കെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ പറയാൻ മറന്നു. ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് ഈശോയിലൂടെ നേടിത്തന്നിട്ടുണ്ട്. ഈ ഉടമ്പടിയിൽ നിലനിൽക്കുന്നതിനും പ്രാർത്ഥനയിൽ ജീവിതത്തിലൂടെ നയിച്ചതിലും അതിനൊക്കെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.